ഒരു റേഡിയോ ഷോപ്പ് ഉടമയും ടിറ്റ് ജനിക്കുന്നതിന് 1 വർഷം മുമ്പ് തലയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടയാളുമായിരുന്നു അദ്ദേഹം. അതിലും ഞെട്ടിക്കുന്ന കാര്യമെന്തെന്നാൽ ടിറ്റു സുരേഷിൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും തിരിച്ചറിഞ്ഞു. ഭാര്യയെയും കുട്ടികളെയും പേരെടുത്ത് വിളിച്ചു. കടയിൽ സൂക്ഷിച്ചിരുന്ന പ്രത്യേക ഉപകരണങ്ങൾ എവിടെയാണെന്ന് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കൂടാതെ അപരിചിതർക്ക് അറിയാൻ കഴിയാത്ത സ്വകാര്യ കുടുംബകാര്യങ്ങളും അദ്ദേഹം വിവരിച്ചു. ടിറ്റുവിനെ പരിശോധിച്ച ഡോക്ടർമാർക്ക് ഒന്നും കണ്ടെത്താനായില്ല. നിലവിലെ ജീവിതത്തിൽ ഒരിക്കലും തലയ്ക്ക് പരിക്കേറ്റിട്ടില്ലെങ്കിലും സുരേഷ് വർമ്മയ്ക്ക് വെടിയേറ്റ സ്ഥലത്ത് ടിറ്റുവിൻ്റെ തലയിൽ വിചിത്രമായ ആകൃതിയിലുള്ള ഒരു ജന്മചിഹ്നം ഉണ്ടായിരുന്നു. മരിച്ചുപോയ ഒരു അപരിചിതൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത വിശദാംശങ്ങൾ ഒരു കുട്ടിക്ക് എങ്ങനെ ഓർമ്മിക്കാൻ കഴിയും? അവൻ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു നഗരത്തിലൂടെ എങ്ങനെ സഞ്ചരിക്കാൻ കഴിയും? മാരകമായ മുറിവിനെ അനുകരിക്കുന്ന ഒരടയാളം അവൻ്റെ തലയിൽ എങ്ങനെ ഉണ്ടാകും? ഉത്തരം എന്തു തന്നെയായാലും ടിറ്റുവിൻ്റെ കഥ ഗവേഷകരെയും വിശ്വാസികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ജീവിതം, മരണം, ബോധം എന്നിവയെക്കുറിച്ചുള്ള ചില നിഗൂഢതകൾ നമ്മുടെ നിലവിലെ ധാരണയ്ക്ക് അപ്പുറമായിരിക്കാമെന്നതിൻ്റെ ഒരു ഭയാനകമായ ഓർമ്മപ്പെടുത്തൽ.